ഹായ്, ഞാൻ ഡോക്ടർ തരുൺ സി വർഗീസ്, കൺസൾട്ടൻറ്റ് പീഡിയാട്രീഷ്യൻ, അപ്പോളോ അറ്റ്ലക്സ് ഹോസ്പിറ്റൽ, കറുകുറ്റി. ലാംഗ്വേജ് ഡിലേ ഇൻ പ്രീ സ്കൂൾ ചിൽഡ്രൻ, അതായത് സ്കൂളിൽ പോകുന്നതിന് മുമ്പുള്ള കുട്ടികളുടെ സംസാരശേഷി കുറവ്. ഇതിനെപ്പറ്റിയാണ് ഞാനിന്ന് സംസാരിക്കാനായി ഉദ്ദേശിക്കുന്നത്. പല വീടുകളിലും പാരൻസ് അവരുടെ കുട്ടികളെ നന്നായി നോക്കുന്നുണ്ടെങ്കിലും അവർക്ക് ഭക്ഷണം കഴിപ്പിക്കാനും അവർക്ക് എൻ്റർടൈൻ ചെയ്യാനുമായിട്ട് പണ്ടത്തെ അപേക്ഷിച്ച് വളരെയധികം നേരം അവർ ടി വിയുടെയും മൊബൈലിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും മുമ്പിലാണ്. ഇതുകൊണ്ട് തന്നെ അവരൊരു വൺ വേ കമ്മ്യൂണിക്കേഷനിലൂടെയാണ് അവരവരുടെ ലാംഗ്വേജ് ഡിലേ ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നത്. ഒരു സംസാരത്തെ പറ്റി അറിയാലോ, ഒരു ഭാഷ പുതിയത് പഠിക്കണമെങ്കിൽ പോലും നമ്മളൊരു ടു വേ കമ്മ്യൂണിക്കേഷൻ അഥവാ മറ്റൊരാളോട് കൂടി സംസാരിക്കുമ്പോഴാണ് ആ ലാംഗ്വേജ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ ഇവിടെ ഓപ്പോസിറ്റ് സൈഡിലിരിക്കുന്ന ആൾ വെറുതെ പറയുകയല്ലാതെ ഒന്നും കേൾക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പല കുട്ടികളിലും ലാംഗ്വേജ് ഡിലേ വളരെയധികം കൂടുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ. WHO പറയുന്നതിനനുസരിച്ച് 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് 0 സ്ക്രീൻ ടൈമാണ്. അതായത് അവർ സ്ക്രീൻ അഥവാ TV മൊബൈലൊന്നും കാണാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഇതൊന്നും നമ്മുടെ നാട്ടിൽ നടപ്പാകുന്നില്ല. പലരും വളരെയധികം നേരം കാണുന്നുണ്ട്. 3 വയസ്സായ കുട്ടിക്ക് പോലും അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേച്ചി അഥവാ 3-4 വാക്കുകളല്ലാതെ അധികം സംസാരിക്കാത്ത ഒരുപാട് കുട്ടികൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. ഇനി അഥവാ അവർ കാണുന്ന കാർട്ടൂൺ ആണെങ്കിൽ പോലും പലപ്പോഴും കുട്ടീനോട് സംസാരിക്കുന്ന മലയാളത്തിലും എന്നാൽ കാർട്ടൂൺ കാണുന്നത് ഇംഗ്ലീഷും കൊറിയൻ പോലെയുള്ള മറ്റ് ലാംഗ്വേജസ് ആവുന്നതിലൂടെയും ഇവർക്ക് ലാംഗ്വേജ് കൺഫ്യൂഷൻ കാണുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ ലാംഗ്വേജ് അഥവാ സംസാരം ഡെവലപ്പ് ചെയ്യാനായിട്ട് കൂടുതലും അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും ഒരു മദർ ടങ്ങിൽ, അതായത് മലയാളമെങ്കിൽ മലയാളം, ഇംഗ്ലീഷ് എങ്കിൽ ഇംഗ്ലീഷ്, അതിൽ തന്നെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. കഴിയാവുന്നതും ഒരു 3 വയസ്സിൽ താഴെയുള്ള കുഞ്ഞിന് അധികം TVയോ മൊബൈലോ കാണുന്നത് നല്ലതല്ല. പല കുട്ടികൾക്കും ഈ കോവിഡിന് ശേഷം കണ്ണിന് പവർ, കണ്ണിന് കാഴ്ചക്കുറവ് എന്നിവ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ആനുവലി ഒരു ഐ ചെക്കപ്പും ആവശ്യമാണ്. കഴിയാവുന്നതും അവരോട് സംസാരിച്ചും കളിച്ചും അവരെ വളർത്താം. താങ്ക് യു.